ടാക്സ് കൂടിയാലും ഇല്ലെങ്കിലും നമ്മുടെ യങ്ങർ ജനറേഷന് വാഹനങ്ങളോടുള്ള ക്രേസ് കുറയാനേ പോകുന്നില്ല. ഇങ്ങനെ വാഹനങ്ങളോട് ഭയങ്കര ക്രേസുള്ള, ബൈക്കുകളോടും കാറുകളോടും ഭയങ്കരമായ ക്രേസുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരെയാണ് ഇനി നമ്മൾ പരിചയപ്പെടുന്നത്. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല. നല്ല ഒന്നാന്തരം ബൈക്ക് റൈഡേഴ്സ് ആണ്. ബൈക്ക് സ്റ്റണ്ടിങ് ചെയ്യും, ബൈക്കുകൾക്ക് പെയിന്റിങ് ചെയ്യും, ബൈക്കുകൾ ഓൾട്ടർ ചെയ്യും. അങ്ങനെ ഭയങ്കരമായ ക്രിയേറ്റീവായ ഒരു ഗ്രൂപ്പാണ്. എക്സ്ട്രാവന്റ് മോഡ്സ് തുടങ്ങിയത് അറൌണ്ട് 2008 ഞാനും എൻ്റെ പാർട്ട്നേഴ്സായിട്ടുള്ള കാർത്തിക്കും തരുണ്ടും കൂടെ 2008 തുടങ്ങിയത്. ഈ ടീം ആക്ച്വലി ഒറിജിനേറ്റ് ചെയ്തത് ആക്ച്വലി 2006 നമ്മളൊരു സ്റ്റണ്ട് ടീം തുടങ്ങിയായിരുന്നു. അത് കുറച്ച് 5 പേരായി, പിന്നെ അത് കുറച്ച് കൂടി 10 പേരായി. അങ്ങനെയൊക്കെ ബിൽഡപ്പായി വന്നപ്പോഴാണ് ഞങ്ങൾ എന്തുകൊണ്ട് അതിനൊരു കസ്റ്റമൈസേഷൻ വിങ് തുടങ്ങിക്കൂടാമെന്നുള്ളത്. സ്റ്റണ്ട് ചെയ്യുന്ന ബൈക്സിന് കുറച്ചുകൂടെ യൂണിക്നെസ് കൊടുക്കുക. വലിയ പ്രൊഫഷണൽ രീതിയിൽ അല്ലെങ്കിലും ഒരു ചെറിയ രീതിയിൽ നമ്മൾ തുടങ്ങാമെന്ന് വിചാരിച്ചു. 2006 വെറും 3 പേര് ചേർത്ത് തുടങ്ങിയ ഒരു സ്റ്റണ്ട് ടീമായിരുന്നു HTRZ. ഇപ്പോൾ HTRZ മോഡ്സ്, ഇപ്പോൾ HTRZ ആക്സസറീസ് എന്ന രീതിയിൽ അത് വളർന്നിരിക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്ത പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ക്ലോസ് ഫ്രണ്ടിന്റെ ഒരു വണ്ടിയില്ല, ഒരു R15 Yamaha R15 നമ്മൾ ചെയ്തത്. അപ്പൊ അതിൽ ആക്ച്വലി നമ്മൾ പഠിച്ചത്. അപ്പം പുള്ളിക്കാരൻ നമ്മൾ ആ പുള്ളിക്കാരൻ ഐഡിയ പറഞ്ഞപ്പോൾ ആ ഫ്രണ്ട് ആക്ച്വലി ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ആ പുള്ളിക്കാരൻ വണ്ടി തന്നു നമുക്ക് പെയിന്റ് ചെയ്യാൻ. അപ്പൊ നമ്മൾ ആക്ച്വലി അതിലാണ് ചെയ്ത് പഠിച്ചത്. അപ്പൊ ചെയ്ത് പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് അതിലൊരു വി ഹാവ് ഒരു നാക്ക് കൊണ്ട് നമുക്ക് അതിൽ ചെയ്യാൻ നമുക്കൊരു വിശ്വാസം കൂടി. അത് കഴിഞ്ഞിട്ട് പിന്നെ കോളേജിലുള്ള കുറച്ച് ഫ്രണ്ട്സിന്റെ തന്നെ ബൈക്സ് അവർ തന്നെ വില്ലിംഗ് ആയിട്ട് തന്നു, ചെയ്ത് നോക്കൂ, അവർക്ക് അവരുടെ റൈറ്റ്സ് യൂണീക്ക് ആക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഞങ്ങൾ തന്നെ ഡിസൈൻസ് ഉണ്ടാക്കി, ഞങ്ങൾ തന്നെ കളേഴ്സ് ചൂസ് ചെയ്തു, ഓരോ ടെംപ്ലേറ്റ്സ് ഉണ്ടാക്കി ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെതായ ഫിനിഷിൽ വരുന്നുണ്ട്. ആദ്യം നമ്മൾ ഒരു കോൺഫിഡൻസ് ലോ ആയിരുന്നു. ബിക്കോസ് നമ്മൾ സ്റ്റുഡൻസ് ആണ്, അപ്പം പീപ്പിൾ വില്ലിംഗ് ആയിരിക്കും നമുക്ക് തരാൻ. അപ്പൊ അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു നമ്മുടെ മനസ്സിൽ. പക്ഷെ നമ്മൾ എന്തായാലും ഒന്നും ഒരു സ്റ്റെപ്പ് ആയിട്ട് എടുക്കാന്നുള്ള രീതിയിൽ നമ്മൾ മൂവ് ഓൺ ചെയ്തു. ആദ്യത്തെ വണ്ടികളൊന്നും നമ്മൾ ആക്ച്വലി പേയ്മെന്റ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. നമ്മൾ ഫ്രീ ആയിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ട് കൊടുത്തത്. ബിക്കോസ് നമ്മുടെ റിക്വയർമെന്റ് ആയിരുന്നു. ഇപ്പൊ നമുക്കൊന്നും അറിയണ്ടായിരുന്നു, നമുക്ക് ആ ടാലന്റ് ഉള്ളിലുള്ള നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു പാഷനാണ്, നമ്മുടെ ഒരു ക്രേസ് മാത്രമാണ്, നമുക്കൊരു സെൽഫ് അറിയണമായിരുന്നു. HTRZ മോഡൽ ഞാൻ ചെയ്യുന്നത് ടെംപ്ലേറ്റ് ഡിസൈനിങ് ആണ്. ടെംപ്ലേറ്റ് ഡിസൈനിങ് എന്ന് പറയുമ്പോൾ ഒരു വെഹിക്കിൾ, അതായത് ഫോർ എക്സാമ്പിൾ ഒരു കാർ എടുക്കുകയാണെങ്കിൽ ആ കാറിന്റെ കംപ്ലീറ്റ് ഡയമെൻഷൻസ് ആദ്യം സ്റ്റഡി ചെയ്യും. കംപ്ലീറ്റ് ഡയമെൻഷൻ സ്റ്റഡി ചെയ്ത് ഈ വെഹിക്കിൾ നമുക്ക് എന്തൊക്കെ രീതിയിൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് എന്തൊക്കെ രീതിയിൽ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്താം എന്ന് ആദ്യം കണ്ടുപിടിക്കും. കസ്റ്റമർ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആവുന്നിടത്ത് നമ്മൾ മൂവ് ഓൺ ചെയ്യും അടുത്ത സ്റ്റെപ്പിലോട്ട്. അപ്പം മെയിൻലി ഞാൻ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ആ ഡിസൈനിന് ഈ വണ്ടിയുടെ മെറ്റൽ, വണ്ടിയുടെ ബോഡിയിലോട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നതാണ്, വരയ്ക്കുന്നത് മെയിൻലി ആക്ച്വലി. ഇപ്പൊ ഏത് ഡിസൈൻ ആയാലും ഹാൻഡിലൂടെ നമ്മൾ അത് പെൻസിലിട്ട് നമ്മൾ അത് സ്കെച്ച് ചെയ്യും. അത് മെയിൻലി ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ചെയ്യുന്ന ഡീറ്റെയിലിംഗ് ആയാലും അത് കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആവാൻ വേണ്ടിയാണ്. ആ എഡ്ജസ് ആയാലും പെൻസിലിട്ട് ചെയ്യാൻ നമുക്ക് മായ്ക്കുകയും ചെയ്യാം, നമുക്ക് ഇറേസ് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ബേസ് പെയിന്റ് അടിച്ചു കഴിഞ്ഞിട്ടാണ് ഈ സ്കെച്ച് ഇട്ടിട്ട് എൻ്റെ കിട്ടുന്നത്. എൻ്റെ കിട്ടാൻ നേരത്ത് പല കളേഴ്സ് പല ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പം എയർ ബ്രഷ് ഭയങ്കര ടൈം എടുത്ത് ക്ഷമയോടെ ഇരുന്ന് ചെയ്യേണ്ട ഒരു സാധനമാണ്. അങ്ങനെ കേരളയില് അതോ ഇന്ത്യയിൽ എന്ന് വേണമെങ്കിലും പറയാം ആദ്യമായുള്ള കസ്റ്റം ബേസ്ഡ് തീം ബേസ്ഡ് റീപെയിന്റിംഗ് ആയി കോൺവേഴ്സ് എന്ന ഷൂ എന്ന തീമിൽ നമ്മൾ ഒരു യമഹ FC ഡിസൈൻ ചെയ്യുകയുണ്ടായി.
അത് സ്കൂൾ കോമ്പറ്റീഷൻസിലും കോളേജ് കോമ്പറ്റീഷൻസിലും ഔട്ട്സൈഡ് കേരള കോമ്പറ്റീഷൻസിലും കൊണ്ടുവച്ച് പല വിധത്തിലുള്ള പ്രൈസുകൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. അങ്ങനെ HTRZ മോഡ്സിന്റെ ഒരു ഐഡന്റിറ്റിയായി മാറിയതാണ് കസ്റ്റം റീപെയിന്റിംഗ് അഥവാ കസ്റ്റം തീം ബേസ്ഡ് റീപെയിന്റിംഗ്. ഞങ്ങൾ ചെയ്യുന്നത് അത് സാധാരണ ഒരു കസ്റ്റമൈസേഷൻ മാത്രമല്ല. ഇപ്പം ടോട്ടൽ ലോസ് ആയ വണ്ടികൾ, അങ്ങനത്തെയൊക്കെ വണ്ടികൾ ഇപ്പൊ സ്ക്രാപ്പായിട്ട് കിടക്കുന്ന വണ്ടി അതിനെ ഓൾട്ടർ ചെയ്ത അവരുടെ കസ്റ്റമർ രീതിയിൽ പുതിയൊരു വണ്ടിയാക്കി കൊടുക്കാന്നുള്ള രീതി കൂടെ നമുക്കാണ്. അത് ബേസിക്കലി നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ട്രാവൽ രജിസ്ട്രേഷൻ, സഞ്ജേട്ടൻ, രൂപേഷ് ചേട്ടൻ, അങ്ങനെ കുറെ ചേട്ടന്മാരുണ്ട്. ചേട്ടന്മാരെല്ലാം ബേസിക്കലി ഫുൾ സപ്പോർട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. പഠിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി പുതിയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഒക്കെ ചെറിയ ഇറിറ്റേഷൻസും ടെൻഷൻസും ഒക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷെ നമ്മുടെ സ്വപ്നങ്ങളും അംബിഷൻസും ഒക്കെ 100% ആത്മാർത്ഥതയോടെ സമീപിച്ചാൽ മാത്രമേ നമുക്ക് വിജയിക്കാനാവൂ. എപ്പോഴും നമ്മൾ 3 പേരും മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു പോളിസി ഉണ്ട്, ഡ്രീം ഹൈ യു വിൽ റീച്ച് ഹയർ. അതുപോലെ ഓരോ ദിവസവും എന്ത് പുതിയതായിട്ട് ചെയ്യാം എന്ന ചിന്തയിലൂടെയാണ് ഒരു വാൾ പെയിന്റിങ്, അതാ മ്യൂറൽസ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഒരു വാൾ അല്ലെങ്കിൽ ഒരു റൂം അല്ലെങ്കിൽ ഇന്റീരിയർ ഡെക്കറേഷന് എന്തുകൊണ്ട് ഒരു ന്യൂ ഡയമെൻഷൻ കൊടുത്തുകൂടാ എന്ന് നമ്മൾ 3 പേരും ചിന്തിച്ചത്. എന്റെ റൂമിൽ, എന്റെ വീട്ടിൽ, എന്റെ ഒരു ഹോൾ റൂമിന്റെ 4 വാൾസ്, അതായത് എന്റെ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമിന്റെ 4 വാൾസും ഞാനൊരു സിംഗിൾ ഡാർക്ക് നൈറ്റിലെ ജോക്കർ എന്ന തീമിൽ ഫുൾ റൂം പെയിന്റ് ചെയ്യുകയുണ്ടായി. അതിനൊരു 2 ആഴ്ച വീട്ടിൽ നല്ല രീതിയിൽ ഒരു മൽപ്പിടുത്തത്തിന് ശേഷമാണ് വീട്ടിൽ നിന്നൊരു പെർമിഷൻ കിട്ടുന്നത്. നമ്മുടെ പാരന്റ്സിന് നല്ല സപ്പോർട്ട് ഉണ്ട്. ബിക്കോസ് നമ്മൾ ചില വർക്ക്സ് തന്നെ ചെയ്യുന്നത് ലേറ്റ് നൈറ്റ് ആവും, അറൗണ്ട് 12 o'clock കഴിയും, ചില ദിവസം വർക്ക്ഷോപ്പ് തന്നെ കരുകേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് പാരന്റ്സിന് ചിലപ്പോൾ ഡിസ്റ്റർബ് ആവും. ചില സമയത്ത് ഡിസ്റ്റർബ് ആയിട്ടുണ്ട്, പക്ഷെ എന്നാലും അവർ ക്ഷമിച്ചിട്ടുണ്ട്. ബിക്കോസ് നമ്മുടെ ഒരു ക്രിയേറ്റീവ് മൈൻഡ് അവര് സ്റ്റോപ്പ് ചെയ്യണമെന്നുള്ള രീതിയിൽ അവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. ബിടെക് മെക്കാനിക്കൽ 4 വർഷം പഠിച്ചു. പക്ഷെ ഇനി പഠിക്കാൻ പോകുന്നത് ആർട്സ് ആണ്, മാസ്റ്റർ ഓഫ് ആർട്സ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം അത് വീട്ടിലേക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ 4 വർഷം മെക്കാനിക്കൽ പഠിച്ചിട്ട് പെട്ടെന്ന് ആർട്സിലോട്ട് തിരിയാൻ, എന്നാ പിന്നെ ആദ്യമേ ആർട്സ് ചെയ്യാമായിരുന്നു എന്ന് ചോദിക്കായിരുന്നു. പക്ഷെ അച്ഛനും അമ്മയും രണ്ടുപേരും അത് പറഞ്ഞില്ല. ചെറുപ്പത്തിലെ ഞാൻ എന്റെ ഫാദറിനെ കാണുന്നത് ഭയങ്കര അമേസ് ആവും. ബിക്കോസ് ഫാദർ നല്ല രീതിയിൽ ഭയങ്കര നല്ലൊരു ആർട്ടിസ്റ്റാണ്. ഫാദർ ആയാലും എന്റെ ബ്രദർ ആയാലും നല്ലൊരു ആർട്ടിസ്റ്റാണ്. അപ്പൊ അവരെ കണ്ട് ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുമായിരുന്നു, വരയ്ക്കായിരുന്നു. അപ്പൊ അവരുടെ നിന്നാണ് ആക്ച്വലി ഞാൻ മെയിൻലി അവരുടെ സ്റ്റൈൽ ഓഫ് ഡ്രോയിങ് ആണ് ഞാൻ അവര് ഇൻഹെറിറ്റ് ചെയ്തത് അവരുടെ. അപ്പൊ അതിന് ഞാൻ കൊച്ചിലെ തൊട്ട് ഞാൻ കാർട്ടൂൺ ഫിഗേഴ്സ് ആയാലും ചെറുതായിട്ടൊക്കെ വരയ്ക്കുമായിരുന്നു. കുറെ കോമ്പറ്റീഷൻസിന്റെ പ്രൈസും കിട്ടിയിട്ടുണ്ട് സ്കൂളിൽ. നമ്മൾ മെയിൻലി ഒരു പ്രോഫിറ്റ് എന്നുള്ള രീതിയിലല്ല ആദ്യവും കണ്ടത്, ഇപ്പോഴും കാണുന്നത്. ഇത് ആക്ച്വലി ഒരു പ്രോഫിറ്റ്, നമ്മുടെ ടാലന്റ് ഷോക്കേസ് ചെയ്ത് നമുക്ക് ആ ഒരു റെക്കഗ്നീഷൻ കിട്ടാൻ നേരത്ത് ഉള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് എന്ന് വേണമെങ്കിൽ പറയാം. HTRZ ചെയ്യുന്ന എല്ലാ വെഹിക്കിൾസും ഫ്രണ്ട്സിന്റെ വെഹിക്കിൾസുമാണ്. അത് കംപ്ലീറ്റ്ലി ടോട്ടലി ഒരു പാഷൻ ബേസ്ഡ് വർക്ക്സ് മാത്രമായിരിക്കും. HTRZന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് പറയുമ്പോൾ എന്റെ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ എന്റെ പ്രസന്റ് ഡിസൈഡ് ചെയ്തത് കംപ്ലീറ്റ് ആയിട്ട് ശ്രീരാജും കാർത്തിക്കുമാണെന്ന് ഞാൻ എന്തും പറയും. അവർ എന്നും എനിക്ക് തന്ന ആ ബാക്ക് സപ്പോർട്ടിലൂടെയാണ് ഈ എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്തത്. ഇപ്പോൾ നമ്മൾക്കായി ട്രിവാൻഡ്രത്ത് ചെയ്യാൻ പറ്റാത്ത വർക്ക് ആണെങ്കിൽ നമ്മൾ ഓൺലൈനായി ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് ക്ലയൻസിന് കൊടുക്കുന്നുണ്ട്. അതിന് നമ്മൾ ഓൺലൈൻ വെബ്സൈറ്റ് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. പ്ലസ് അതിന്റെ കൂടെ തന്നെ നമ്മൾ മലപ്പുറത്ത് ഒരു ആക്സസറീസ് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. HTRZ മോഡ്സ് എന്ന നെയിമിൽ തന്നെ സ്റ്റണ്ട് ടീമിലെ അംഗങ്ങളും എല്ലാം ചേർന്നുകൊണ്ട് HTRZ മോഡ്സ് ആക്സസറീസ് ഷോപ്പ് നമ്മൾ മലപ്പുറത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.